കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. ഉള്ളിയേരി കക്കട്ടിൽ സ്വദേശി ബിജുവിന്റെ ഭാര്യ ബസിനിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയാണ് കോഴിക്കോട് കക്കട്ടിൽ സ്വദേശിനിയും 42കാരിയുമായ ബസിനി ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. ഈ മാസം 17-നാണ് പിത്താശയത്തിൽ കല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് ബസിനി ശസ്ത്രക്രിയക്കായി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത്. 21-നായിരുന്നു ശസ്ത്രക്രിയ. പെട്ടെന്നാണ് രോഗിയുടെ ആരോഗ്യനില വഷളായത്. ബുധനാഴ്ച പുലർച്ചെ 1:30-ന് ബസിനിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ബസിനിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആംബുലൻസ് വന്നാൽ പറഞ്ഞ് പിന്നെ പൾസ് പിന്നെയും കുറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ തന്നെ ഒരു സർജറി കൂടി ഒന്ന് മാറ്റി ചെയ്യാം. അതിന്റെ ഉള്ളിൽ പഴുപ്പ് വന്നിക്ക് അന്നപ്പാന്ന് ഇവർ പറയുന്നത് പഴുപ്പ് വന്നതും ഈ ഉള്ളതും അതുവരെ ഇവർ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ പഴുപ്പ് വന്ന കാര്യം അതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബ്ലഡിന് ഇൻഫെക്ഷൻ വന്നതും പറഞ്ഞിട്ടില്ല. ഒക്കെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇവരത് മനഃപൂർവ്വം മറച്ച് വെച്ചിട്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ്. ഇന്ന് രാവിലെ തന്നെ ഇവരാണ് രാവിലെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാം. പിന്നെ അതിൽ പങ്കെടുത്ത് വന്നതാണ്. അതിനെക്കൊണ്ട് നമുക്ക് അവിടെ വളരെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഇവരെ അത് ചെയ്തില്ല. ഇവരെന്താ വെച്ചാൽ എന്താ പറയാ CPR മാത്രമേ ചെയ്തത്. CPR 3 ഡോക്ടർമാരുടെ CPR ചെയ്തിട്ട് 11 കാലാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. മരിച്ച ബസിനിക്ക് 2 പെൺമക്കളാണ്. ഓട്ടോ തൊഴിലാളി ബിജുവാണ് ഭർത്താവ്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.